അപ്പൊ നമ്മള് ചന്തേന്ന് ഇന്ന് പോയിട്ട് ചന്തേന്ന് 5 എണ്ണം മേടിച്ചു. ഇതാ ഒരാള് ഇംഗ്ലീഷുകാരനാ, രണ്ടാള് ഇംഗ്ലീഷുകാരെ കളവാ. ഇതാ അങ്ങോട്ട് വാ, ക്യാമറക്കാരെ എത്തിക്കോയ. ഒരാളിതാണ്, ഇത് ആളെ കേട്ടിരിക്കുന്ന സാധനം. ഇതിനെ നിർത്താൻ പറ്റില്ല. നിർത്തിയാലേ ഇടയ്ക്ക് എവിടെയൊക്കെ നമ്മളെ ശരീരത്തിൽ തുളച്ച് കയറ്റുകയെന്ന് പറയാൻ പറ്റില്ല. മുള്ളാണിയുടെ പോലെ കുത്തിയ പോലെ ഇരിക്കും. കൊമ്പോക്കി. ഇതാണ് ഇംഗ്ലീഷുകാരെ. ഇത് ഇംഗ്ലീഷുകാരനാ. അവിടെ നിന്നാ ഓടണ്ട. അന്നൊന്നും കട്ടില്ല. ഇന്ന എൻ്റെ പണി നോക്കി. എന്നാ അടുത്ത ആളിതാ. ഇത് വേറൊരു ഇംഗ്ലീഷുകാരൻ. ഉളിക്കൊമ്പ് എന്നൊക്കെ പറയും. മൂക്കുത്തിയുണ്ട്. ഉളിക്കൊമ്പനാ. ഇതാ കൊമ്പൊന്നും കണ്ട് കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട് വാ. 2 ഇംഗ്ലീഷുകാരനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബ്രിട്ടനിൽ നിന്ന് വന്ന ആൾക്കാരാ രണ്ടാള്. ഇനി ബാക്കിയുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വാ. ഇതൊക്കെ എന്തിനുള്ളതാണെന്നറിയോ? ഇത് നമുക്ക് ബിരിയാണിക്ക് വെട്ടാൻ വേണ്ടിയിട്ടുണ്ട് കൊടുക്കുന്ന സാധനം. നല്ല സൂപ്പർ യാതി സാധനം. കണ്ട, വളർത്താൻ ഇതിന് പറ്റില്ല. വളർത്തല് പറ്റില്ല. ഇത് കൊമ്പൊക്കെ കണ്ടില്ലേ? എന്താ കൊമ്പ്. പിന്നെ ഇസ്ബുല്ലാന്റെ മിസൈൽ പോലെ ഉണ്ട്. യമന് ഇസ്ബുല്ലൊക്കെ ഉണ്ടല്ലോ, ഇസ്രായേലിക്ക് വിടുന്ന മിസൈൽ പോലെ ഉണ്ട് ഇത്. കണ്ട, റോക്കറ്റ് കൊമ്പ് എന്നൊക്കെ പറയും. അതേപോലത്തെ പോത്ത. അത് നല്ല ബിരിയാണിക്ക് പറ്റിയ സൈസ്. അതിങ്ങനെ ഓരോ കഷ്ണം ഇങ്ങനെ വെട്ടിക്കിട്ട് തിന്നാണ്ടല്ലോ. അതിന്റെ ശിവൻകുട്ടിയേ. അടുത്ത ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പാടോ. ഇനി ഇതിന്റെ ബലിയും കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം. അതിൽ ലാസ്റ്റേ പറയുള്ളൂ. ഒക്കെ ഒരു പ്രത്യേക തരം. ഇത് പരപ്പൻ കൊമ്പാ, ബിരിയാണി കൊമ്പ് എന്നൊക്കെ പറയും. ഇത് ബിരിയാണിയൊക്കെ ഉള്ളതാണ്. ബിരിയാണി കൊമ്പ് എന്നൊക്കെ പറയും. ഈ പോത്തിന് ബിരിയാണി കൊമ്പ് എന്ന പേര് വരിക. ഇതാ നല്ല വീതിയും വിസ്താരമൊക്കെ ഉള്ള കൊമ്പാ. ഇതാളെ കുത്തിയും ചെയ്യും, ഇടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു തരത്തിൽ പെട്ട പോത്താണ്. അതിൻ്റെ ആ പുറം ബാക്കൊക്കെ ഒന്നുകൊണ്ട് കാണിച്ചു കൊടുത്താൽ ക്യാമറക്കാരാ. അവിടെ നടന്നോ അന്നൊന്നും കാട്ടില്ല, കാട്ടാൻ വേണ്ടി വന്നതല്ല. ഇത് വരുമ്പോൾ തന്നെ ആളെ കേട്ടിരിക്കും. അങ്ങനത്തെ ഇനെത്തിപ്പെട്ട കണ്ടാ. എന്താ ചിന്തിക്കാനോ. ഇനി അടുത്ത് വായോ. അപ്പൊ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഒന്ന് വീശി വെള്ളം കൊണ്ട് കാണിച്ചു കൊടുക്ക. ഒക്കെ ഒന്നിക്കൊന്ന് മെച്ച. ഒക്കെ ഒരേ സൈസ് മോഡലാ. ഒരാളിതാ നല്ല ബിരിയാണിക്ക് സൂപ്പർ സാധനവും. കാട്ടിയെരുമയുടെ കുട്ടികളാ. കാട്ടിയെരുമയുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എരുമല്ല, പോത്ത് കുട്ടികളാ. കാട്ടിയെരുമ പ്രസവിച്ച കുട്ടികളാ. കണ്ടാ, ഇതൊക്കെ കൊമ്പൊക്കെ നോക്കി. ഇതൊക്കെ ഒരൊറ്റ കുത്തിന് കുടലൊക്കെ പാടെ പുറത്തേക്ക് അടിക്കും. ആ യാതിയാണ് കൊമ്പ്. കണ്ടാ, ഇതൊക്കെ വയറും കൂടി ഇല്ല. നല്ല ഒരേ സൈസ് മേനി സാധനം. വാൽത്തൂടി കണ്ടില്ലേ? നല്ല ഫാൻസി പൂച്ചയുള്ള പോലെ ഉണ്ട്. എന്താണിത്? വല്ലാത്ത യാതി. അപ്പൊ ഈ 5ഉം നമ്മൾ എടുത്ത വില നമ്മൾ പറയാൻ പോവാണ്. ഇത് നമ്മൾ ബിരിയാണിക്ക് കൊടുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനെ കൊടുക്കാനുള്ളതല്ല. അപ്പൊ എടുത്ത വില നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൊള്ളനൂര് ചന്തയിൽ ഇന്ന് പോത്തുങ്കന്ന് കുറവാ. ഇന്ന് വണ്ടിക്കാരധികം വന്നില്ല. അത് കൊണ്ടുവരുന്നിടത്തും പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. അപ്പൊ അത് കാരണം നമുക്കൊരു ബിരിയാണി കോൾ വന്ന്. അപ്പൊ ബിരിയാണി കോള് കാരണം നമ്മൾ എടുത്തിട്ട് ഇപ്പൊ ഇത് വേറെ ആൾക്ക് കൊടുത്ത് 12,000 റുപ്യ മേനിക്കാണ് ഇത് നമ്മൾക്ക് ഓരോന്നിനെ കൊടുത്തിട്ട്. 12,000 റുപ്യ വില വന്നു ഓരോ പോത്തും കുട്ടികൾക്ക്. അപ്പൊ ഇന്ന് ഇപ്പൊ ചന്തയിൽ വില കൂടുതലാണ്. അപ്പൊ വില കൂടിയിട്ടാ കുറച്ച് എടുത്തേ. കാരണം ചന്തയിൽ കന്ന് ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്. കൊണ്ടുവരുന്നിടത്തും പ്രശ്നമാണ്, പിന്നെ മേടിക്കണോടത്തും വില കൂടുതലാണ്. അത് കാരണം ഇത് മുതൽ ഇവിടെ കിട്ടാല്ലേ. അതുകൊണ്ട് ഇപ്പൊ ഉള്ളത് മേടിച്ചിട്ട് അത് കൊത്തി നോക്കിയിട്ട് നല്ല ബിരിയാണി നല്ല മസാലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പുഴുങ്ങിയിട്ട് ബിരിയാണി കൊണ്ട് വെച്ചിട്ട് ഒരു കഷ്ണം കായ്ക്കുറവുന്നാണ്ട് തിന്നിട്ട് എന്റെ ശിവൻകുട്ടിയേ. അല്ല കണ്ടോളി, കൊമ്പൊക്കെ നോക്കി. എന്താ കൊമ്പ്. ഹൈ 5 എണ്ണം ഉണ്ട്. മിസൈലാണ് മിസൈല്. നിൽക്കണ്. ഇതൊക്കെ
വന്ന് കയറാനുള്ള നിർത്താൻ നിൽക്കണ്. അതിൻ്റെ മോൻ തന്നെ കണ്ടാ അങ്ങനെ ഉണ്ട്. ഇതാണ് ഉളിക്കൊമ്പൻ പോത്തും കുട്ടികൾ. ഉളിക്കൊമ്പൻ, ഈ കൊമ്പിനാണ് പറയുക ഉളിക്കൊമ്പൻ പോത്തും കുട്ടികൾ. ഉളിക്കൊമ്പൻ ഇത് വേറെ ഇനത്തിൽപ്പെട്ടതാ. ഇതേ ഇംഗ്ലീഷുകാരാ വേണ്ടാ. ഇത് ബ്രിട്ടനിൽ നിന്ന് വന്നവരാ. ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരാണ്. ഈ ഇംഗ്ലണ്ട് ബ്രിട്ടൻ ആ ഭാഗത്തു നിന്നുള്ള പോത്തും കുട്ടികളാണ് ഇപ്പോൾ ഇത്. ഇതൊക്കെതാ 2 അതിൽ പെട്ടതാ. ഏക്കണ് ആളാണ് കൊല്ലാൻ വരുന്ന പോലത്തെ നോട്ടാ നോക്കണ്. ഒക്കെ ഉളിക്കൊമ്പാണ്, ഉളിക്കൊമ്പ്.